ചോദിക്കുന്നില്ലേ ടീച്ചറ്? കൊള്ളാം. എന്നാ ലുക്കാത്. അനന്തോ നീ ഇങ്ങനെയാണ് നിക്കേണ്ടത്. വാ കാണട്ടെ. ഇത് കണ്ട ഒരു വട്ടം കൂടി എങ്ങനെ നിങ്ങളെ കെട്ടും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഓക്കെ ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മള് നാളെ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് ഷൂട്ട് ഡേ ആണ്. അപ്പൊ നാളെ നമ്മള് വീട്ടിലല്ല ഗായ്സ് പോകുന്നത്. നന്ദൂട്ടിയും ഞാനും ഡാൻസ് പഠിക്കുന്ന നമ്മുടെ തേജസിലാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്, അഞ്ചല്. അപ്പൊ അവിടെ നമ്മളെ ടീച്ചറിന് പിന്നെ കോസ്റ്റ്യൂമും എല്ലാം ഉണ്ടല്ലോ തേജസിൽ. അപ്പം ടീച്ചറിന്റെ നിന്ന് കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കാൻ പോവുകയാണ് നാളത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പം ഒരു മന്ത്രവാദി സെറ്റപ്പ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനും നമ്മുടെ അനിയൻ അബിയുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം അനന്തും ഉണ്ട്, പിന്നെ നമ്മുടെ കുട്ടി കുറുമ്പിയും ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോ വെച്ച് നീട്ടുണ്ട്. വീഡിയോയിലോട്ട് പോവാം. എന്താണ് ഗായ്സ്? എവിടെ പോവാ? പട്ടി ഓടിക്കാൻ പോവാ. അത് ജീവനം കൊണ്ട് ഓടി. കണ്ടോ? എല്ലാ പട്ടികളുടെ പേടി സ്വപ്നമാണ് നന്ദൂട്ടി. വാ ഇവിടെ. മതി അതൊക്കെ പോയി. എവിടെ നടക്കുക? വേണ്ട അങ്ങോട്ട് പോണ്ട. ബാ ഇനി വാ കേറ്. അയ്യോ, അവിടെ എന്താണ്ടൊക്കെ ഉണ്ട്. ഓട്ട മത്സരം സ്വന്തമായിട്ട് വിടുവാണ്, ഒറ്റയ്ക്ക് വിടുവാണ്. എന്റെ പണ്ടങ്ങാണ്ട് കൊണ്ടുവന്ന് ഏതോ സാധനമൊക്കെ എടുത്തോണ്ട് പോകുന്നു. നമ്മളൊരു ശകുന്തള ഷൂട്ടിന് ടീച്ചറിന്റെ കാണിച്ച കുടമാണ് ഗൈസ്. ഇതുവരെയും ടീച്ചറിന് കൊടുത്തില്ല. പാവം എന്റെ ടീച്ചർ എന്നെ എടുത്ത് ചോദിച്ചില്ല. അങ്ങനെ ഞാൻ ടീച്ചറിന് കൊടുക്കാൻ പോവുകയാണ്. തിരിച്ചു കൊടുക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ സ്വന്തം ഓഫീസിലാണ് ഗൈസ് വന്നിരിക്കുന്നത്. എന്റെ കെട്ടിനകത്ത് ഭയങ്കര പണിയാട്ടോ. ആനന്ദവും നന്ദുവിടെ ഗുസ്തിയാണെന്ന് തോന്നുന്നു. മഞ്ചൊക്കെ മേടിച്ചു കൊടുക്കും കേട്ടോ. അപ്പം മഞ്ച് വേണ്ട, വേറെ എന്ത് മതി എന്നൊക്കെ പറയുന്നത്. ബാൻഡേജ് 2 എണ്ണം. എന്തിനാ ബാൻഡേജ്? നമ്മൾ നമ്മുടെ മയിൽ വാഹനത്തിൽ കയറി നമ്മുടെ തമ്പി മയിൽ വാഹനം കൊണ്ടുവന്നു. പക്ഷെ അകത്ത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലടാ. മോളെ നോക്കിയിട്ട് പേപ്പർ വലിച്ചിട്ടോണ്ടിരിക്കുന്നു. ഒന്നുകൂടെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അനന്തുവിന്റെ ഓസിന് വാങ്ങിയപ്പോൾ എന്തെന്ന് നമ്മൾ യാത്ര തുടരുകയാണ് ഗൈസ്. പാവൻ ടീച്ചർ നമ്മളെ നോക്കിയിരുന്ന് പോയോ എന്തേലും. അത് തന്നെ കൃത്യനിഷ്ഠത എന്ന് പറയുന്ന സാധനം എന്റെ 7 അയലത്തൂടെ പോയിട്ടില്ല. സമൂഹം എന്തെങ്കിലുമൊക്കെ വിചാരിക്കും, പക്ഷെ എനിക്ക് പറ്റൂല കേട്ടോ. ഓരോരോ കാര്യം പിന്നെ ഈ പെണ്ണിന്റെ കാര്യം അങ്ങനെ നടക്കൂല. അതാണ് വിഷയം. അവിടെ നോക്ക്, കൊരങ്ങൻ മാന്തുന്ന പോലത്തെ നന്ദുവിന്റെ തലയിൽ. അതുപോലെ തന്നെ ഗൈസ് ഇന്നത്തെ വ്ളോഗ്, നമ്മൾ പോകുന്ന ഇതെല്ലാം കംപ്ലീറ്റ് ചെലവ് നമ്മുടെ എന്റെ തമ്പിരിയാണ്. ചായയും കടിയൊക്കെ മേടിച്ചില്ലെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ചേച്ചി വാ ചേച്ചി, പാപ്പം മേടിച്ചില്ലാന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പൊ എല്ലാം ഇന്ന് എന്റെ തമ്പി നോക്കുന്നാണ് പറഞ്ഞിരുന്നത് ഗൈസ്. പെട്രോള് വരെ അതും ചേച്ചി ഒന്നും പെട്രോൾ പോലും അടിക്കുന്ന ചേച്ചി. അനിയനുണ്ട്, അനിയൻ അടിച്ചു വരും എന്ന് പറഞ്ഞ എന്റെ തമ്പി എന്നെ കൊണ്ടുപോയാണ് ഗൈസ്. അല്ലേടാ ആനന്ദു? നമ്മള് യാത്ര ആരേതൊക്കെ ഇഷ്ടം തരാം. അവിടെ സ്കൂൾ ബസ്സിൽ നിന്ന് പിള്ളേർ നന്ദൂരിന്റെ ഡാറ്റ എടുത്തണ്ട. ഇതേ പറഞ്ഞ സന്തോഷം കേട്ടോ. ഇങ്ങനെയൊക്കെ കുഞ്ഞു മക്കളൊക്കെ നന്ദപ്പനെ കാണുമ്പോയോ നന്ദുട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു വരുമോ. ഭയങ്കര സന്തോഷം. തൊണ്ട അടിച്ചു പോയി, എന്റെ സൗണ്ടൊക്കെ പോയി. അപ്പൊ ഗൈസ് ഇനി നമ്മൾ ഈ വണ്ടിയിൽ നിന്നുള്ള ഈ എന്താ പറയും, ഈ സംസാരിച്ച് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല. നമുക്കിനി തേജസ്സിലെത്തിയിട്ട് കാണാം. ബാൻഡിന് വന്നിട്ട് ഒട്ടിക്കുക. ഈ ഇടയ്ക്ക് നന്ദോട്ടിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. മഴവിൽ കേരള
മഴവിൽ കേരള ചാനലിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, റിലീസ് ആയില്ല. ഉടനെ ഇറങ്ങും. അപ്പൊ അതിൽ നാന്തോട്ടി കാലില് ഒരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. സംഭവം ഒരു കാര്യമല്ല, ചുമ്മാതാണ്. നമ്മ ചുമ്മാ ഒട്ടിച്ചിരിക്കുന്ന അവരുടെ അടുത്ത് എന്താ പറഞ്ഞേ, കടിച്ചെന്നോ? ഈ ചെറുക്കൻ കടിച്ചത്, ഈ ചെറുക്കൻ കടിച്ചതാ 3 സ്റ്റിച്ച് എന്നൊക്കെ പറഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ കാണാം, വലിയ കാണാം, നല്ല രസമായിട്ടോ. ഭയങ്കര ഇഷ്ടം ബാൻഡേജ് ഒട്ടിച്ചോണ്ട് നടക്കാം. ഇതുവരെ ബാൻഡേജ് ഒട്ടിക്കേണ്ട ഇവിടെ വന്നിട്ടില്ല, അതിനാ ഈ ഇത്രയും കൊതി. ഇന്ത്യയും മുറിഞ്ഞു ഗൈസ്. എവിടെ മുറിഞ്ഞെന്ന് ചോദിക്കും. അവിടെ മുറിഞ്ഞേ അങ്ങ് ജനിച്ച സമയത്ത് എന്തോ വന്നു വീണ് മുറിഞ്ഞതിന്റെ പാടൊക്കെ കാണിച്ചു തരുമോ ഗൈസ്? ശരിയായ സമയം നമ്മള് അങ്ങോട്ടേക്ക് പോവാം. ദൈവമേ, ഡോറ് പോലും അടയ്ക്കാതെ ഇത്രയും ദൂരം നമ്മൾ 3-4 കിലോമീറ്റർ. നോ നോ ഗൈസ്, ഡോർ നമ്മൾ യാത്ര ചെയ്തൊരു 3 കിലോമീറ്റർ കഴിഞ്ഞു. അവൻ ഡോർ അടയ്ക്കാതെ ഇത്ര നേരം അടിച്ചത്. അവൻ ഡ്രൈവർ ഇപ്പൊ തെറിച്ച് പോയാലും എന്തായാലും കൊള്ളാം, പീ കൊള്ളാം. Bloody sweet, blood, bloody sweet, 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 sweet, bloody sweet, sweet, bloody sweet, bloody sweet. ഓ, അപ്പൊ നിന്റെ ഒരു ഫ്ലക്സ് വല്ലതും കാണും. തോട്ടത്തിനകത്ത് എന്നെ കാണത്തില്ല. ഇത്രയും നേരം ഗൈസ് നമ്മൾ അബിയുടെ ഒരു ഫ്ലക്സ് ഇവിടെ ഉണ്ടായിരുന്നു, അത് നോക്കി വന്നതായിട്ടോ. കാണുന്നില്ല ഗൈസ്, ക്ഷമിക്കാതെ പോട്ടറ. ചേച്ചി 4-5 ഫ്ലക്സ് നിന്റെ അടിച്ചു വെച്ചു. ചേച്ചി അടിക്കടാ, ഒക്കെ ഉയരടാ, ചേച്ചി അടിച്ചിരടാ. വേറെന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ ആഗ്രഹം രണ്ട് വട്ടുകള്. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ടീച്ചറിന്റെ അടുത്ത് എത്തി. അത് ഇവിടെ ഒന്ന് വണ്ടി കിട്ടി, ATM-ന്റെ അങ്ങോട്ട് അകത്തോട്ട് ഇവിടെ കുറച്ചുകൂടെ ആ ഫ്രണ്ട് ഇതേ ആ ബൈക്ക് ഇരിക്കുന്നതിന് അങ്ങോട്ട് കയറ്റി. ഓക്കെ, ATM ഒക്കെ ഒന്നുകൂടെ. നമ്മൾ നമ്മുടെ ഡാൻസ് സ്റ്റുഡിയോയിലെത്തി. പിന്നെ ഗൈസ് നമ്മൾ ടീച്ചറിനെ കാണാൻ പോവുകയാണ് ഗൈസ്. ആഴ്ചകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ടീച്ചറിന്റെ അടുത്ത് വരികയാണ് ഗൈസ്. ഗൈസ് നോക്ക് ഗൈസ്, ഞാൻ ഇതൊന്നും ടീച്ചർ ഇവിടെ ഇത്രയും മാറ്റങ്ങളൊക്കെ വരുത്തിയല്ലേ. കണ്ടോ ഗൈസ്, നമ്മളെ ഡാൻസ് ക്ലാസ്സിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി. ഞാനും നന്ദുടനും ക്ലാസ്സിന് വരാതെ മുങ്ങി നടക്കുകയായിരുന്നു. ടീച്ചറെ, ഇതൊരു വ്ളോഗറാണ്, അഭിരാം സുന്ദർ, പുനലൂരില്. മനസ്സിലായി, അതാണ്. അങ്ങനെ ഗൈസ് നമ്മളിതാ സാധനങ്ങളിതാ മേടിക്കാൻ വേണ്ടി വരികയാണ്. പൂവാണോ? പൊന്നി മഹർഷി. അതെ, നീഗ്രോ താടിയുണ്ട്, അല്ലക്ക താടിയുണ്ട്. തല വെക്കുന്നില്ലേ ടീച്ചറ്? കൊള്ളാം. എന്നാ ലുക്കാത്. അനന്തോ, നീ ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. വാ കാണട്ടെ. ഇത് കണ്ട ഒരു വട്ടം കൂടി എങ്ങനെ നിങ്ങളെ കെട്ടും. കൈക്കെട്ട്
കമ്മലൊക്കെ ഇടുന്നേ ഇതാണ് ഗൈസ് ഇത് കാണിക്കും. ഇതാണ് ഗൈസ് അനന്തൂര് പറ്റിയ സാധനം. ആ യെസ്, ഇതാണ് നിനക്ക് വേണ്ടത്. ചിക്കൻ വേണ്ടി നോക്കി നോക്കി. ഇതാണ് നിനക്ക് നൈസ്. സംസാരിക്കും. ഗൈസ് നമ്മളിതാ 2 പേർക്ക് 2 മിനിമം ആൾക്കാർ സാധനം എടുത്തേക്കുന്നത്. 2 പേർക്കും ഇതും ഈ ചടക്കനെ അങ്ങനെ ഗൈസ് നമ്മള് കോസ്റ്റ്യൂം ഒക്കെ എടുത്തു, സെറ്റായി. മീശ മാത്രം കിട്ടാണ്ടല്ലേ എന്തോ മീശയും താടി. ടീച്ചർ ഓർഡർ ചെയ്തിരിക്കുന്നു, ടീച്ചർ വന്നില്ല. പക്ഷെ ടീച്ചർ എല്ലാം സെറ്റായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ട് നേരത്തെ വെച്ചോണ്ട് സാധനം വരെ ലേറ്റ് ആയി. സാരം നമുക്ക് മീശ സെറ്റാവും വൈകിട്ട്. അങ്ങനെ നമ്മള് പോവുകയാണ് തിരിച്ച് വീട്ടിലോട്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ചൈനീസ് തട്ടുകടയിലാണ്. ഇവിടെ സെറ്റാണ് ഗൈസ്. ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് ഇടയ്ക്ക് രാത്രി ഫുഡ് കഴിക്കാൻ വന്നിട്ട് എനിക്ക് ഫുഡൊന്നും കിട്ടിയില്ലായിരുന്നു ഗൈസ്. ഞാൻ അങ്ങനെ ഒരു പരിപ്പോടെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. എൻ്റെ ബ്രോ. പിന്നെ ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിച്ചു, വീട്ടിലും വന്നു. പിന്നെ ഗൈസ് കേസ് വിളിക്കുന്നുണ്ട് കേട്ടോ രാവിലെ. ഒപ്പം വന്നു ഗൈസ്. അതുപോലെ തന്നെ പിന്നെ ഞാനൊരു മൈക്ക് കൂടെ എടുത്തു കേട്ടോ. അന്ന് മൈക്ക് എടുക്കാൻ നടന്നില്ല, പക്ഷെ ഇപ്പോൾ മൈക്ക് എടുത്ത് ഗൈസ്. അത് വേറൊരു വീഡിയോയിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. അതൊക്കെ എല്ലാവർക്കും ബൈ. സന്തോഷിനെ കാണിക്കാം.